അടുത്ത ടോപ്പിക്കാണ് ബയോളജിക്കൽ ഇവല്യൂഷൻ. എങ്ങനെയാണ് ഇവല്യൂഷൻ സംഭവിച്ചത്, ബയോളജിക്കൽ ലൈഫ് ഫോംസ് എങ്ങനെയാണ് ഉണ്ടായത്? സോ നമ്മൾ പറയണ നാച്ചുറൽ സെലക്ഷനിലൂടെയാണ് ഇവല്യൂഷൻ നടന്നതെന്ന്. സോ നാച്ചുറൽ സെലക്ഷനിലൂടെ ഇവല്യൂഷൻ നടന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ്. എങ്ങനെയാണ് ഫസ്റ്റ് സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് വിത്ത് ഡിഫറെൻറ്റ് മെറ്റബോളിക് ക്യാപ്പബിലിറ്റി, ഒരുപാട് ഡിഫറൻസോട് കൂടി മെറ്റബോളിക് ക്യാപ്പബിലിറ്റി, മെറ്റബോളിസം അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് വന്നിട്ടാണ് ഒറിജിനേറ്റഡ് ഓൺ എർത്ത്. സോ എർത്തിൽ ആദ്യം ഈ സെല്ലുലാർ ഫോംസ് ഓഫ് ഡിഫറെൻറ്റ് കപ്പാസിറ്റിയിലുള്ള സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എങ്ങനെയാണ്? നാച്ചുറൽ സെലക്ഷനിലൂടെയാണ്. അപ്പോൾ തൊട്ട് ഈ പറഞ്ഞ സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് തുടങ്ങിയപ്പോൾ തൊട്ടാണ് നമ്മൾ പറയുന്നത് ആക്ച്വൽ ഈ പറഞ്ഞ ലൈഫ് ഫോംസ് ബയോളജിക്കൽ ഇവല്യൂഷൻ അപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണോ സെല്ലുലാർ ഫോംസ് ഈ എർത്തിൽ ഫോം ചെയ്തത്, ആ സെല്ലുലാർ ഫോംസിന് പല പല കപ്പാസിറ്റി, മെറ്റബോളിക് കപ്പാസിറ്റിയാണ് ഉണ്ടായിരുന്നത്. അത് എർത്ത് ഒറിജിനേറ്റ് ചെയ്തപ്പോൾ തൊട്ട് എങ്ങനെയാണോ ഡിഫറെൻറ്റ് ലൈഫ് ഫോംസ് ഒറിജിനേറ്റ് ചെയ്തത്, അതാണ് നമ്മൾ പറയുന്ന അവിടെ നിന്ന് തന്നെ ബയോളജിക്കൽ ഇവല്യൂഷൻ, അതായത് ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ബയോളജിക്കൽ ഇവല്യൂഷനിൽ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഡാർവിൻ നമ്മൾ പറയേണ്ട ആ നാച്ചുറൽ സെലക്ഷനെ കുറിച്ച്, ഇവല്യൂഷൻ എന്താണ്, നാച്ചുറൽ സെലക്ഷനിലൂടെയാണ് ഇവല്യൂഷൻ സംഭവിക്കുന്നത് എന്നാണ് ഡാർവിൻ പറയുന്നത്. സോ ഡാർവീനിയൻ തിയറി എന്ന് പറയുന്നത് എന്താണ്? എസെൻസ് ഓഫ് ഡാർവീനിയൻ തിയറിയുടെ എസെൻസ് എന്താണ്? ഇവല്യൂഷൻ ഈസ് നാച്ചുറൽ പ്രോസസ്. ഡാർവീനിയൻ തിയറിയുടെ എസെൻസ് എന്ന് പറയുന്നത് ഇവല്യൂഷൻ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ഈ പരിണാമം എന്ന് പറയുന്നത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയ എന്നാണ് ഇവല്യൂഷനെ കുറിച്ച് ഡാർവിൻ പറഞ്ഞത്. സോ ഡാർവിൻ്റെ അഭിപ്രായത്തിൽ, അല്ല ഡാർവിൻ്റെ തിയറിയുടെ എസെൻസ് എന്ന് പറയുന്നത് എന്താണ്? എവല്യൂഷൻ ഈസ് എ നാച്ചുറൽ പ്രോസസ്. സ്വാഭാവികമായി നടക്കുന്ന, നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവല്യൂഷൻ. അതിനെ നേച്ചറാണ് സെലക്ട് ചെയ്യുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. അതിനുവേണ്ടി നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതിനു മുമ്പ് ഈ ഇവല്യൂഷൻ നടക്കുമ്പോൾ ഓരോ പുതിയ സ്പീഷീസുകൾ ഫോം ചെയ്യുന്നു. സോ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ന്യൂ ഫോംസ്, ഓരോ പുതിയ ലൈഫ് ഫോംസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിങ്ക് ടു ദ ലൈഫ് സൈക്കിൾ ഓർ ലൈഫ് സ്പാൻ. ഓരോ പുതിയ ലൈഫ് ഫോംസുകളും അല്ലെങ്കിൽ പുതിയ സ്പീഷീസുകളും ഫോം ചെയ്യുന്നതിന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിൾ അഥവാ ലൈഫ് സ്പാനാണ്. ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിൾ, ലൈഫ് സ്പാൻ അനുസരിച്ചിട്ടാണ്, അതുമായി കണക്ട് ചെയ്തിട്ടാണ് ഒരു പുതിയ ഫോംസ് ഓഫ് ലൈഫ് അപ്പിയർ ചെയ്യുന്നത്. സോ ഓരോ പുതിയ ഫോംസും അപ്പിയർ ചെയ്യുന്നത് ആ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിൾ അഥവാ ലൈഫ് സ്പാനിനെ ലിങ്ക് ചെയ്തുകൊണ്ട്, കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം. സോ ലൈഫ് സ്പാനോ ലൈഫ് സൈക്കിളോ കുറവുള്ളതാണെങ്കിൽ പുതിയ ലൈഫ് ഫോംസ് ഉണ്ടാകാനുള്ള സാധ്യത പെട്ടെന്നുണ്ട്. ലൈഫ് സ്പാൻ വളരെയധികം വർഷങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ലൈഫ് സ്പാനുള്ളതോ ലൈഫ് സൈക്കിളോ കാണിക്കുന്ന ഓർഗാനിസം ആണെങ്കിൽ അവരിൽ ഒരു പുതിയ സ്പീഷീസ് ഓഫ് അല്ലെങ്കിൽ പുതിയ ഫോമുകൾ ഉണ്ടാവാനായിട്ട് കൂടുതൽ കാലമെടുക്കും. സോ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ലൈഫ് സ്പാൻ ചെറുതാണെങ്കിൽ പുതിയ സ്പീഷീസ് ആ കാലഘട്ടത്തിൽ പെട്ടെന്നുണ്ടാകും, അല്ലെങ്കിൽ വിത്തിൻ ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ ഫ്യൂ ഇയേഴ്സ്. അതേസമയം വലിയ ലൈഫ് സ്പാൻ ഉള്ളതാണെങ്കിൽ അത്രമാത്രം ടൈം എടുത്തിട്ടേ ഒരു പുതിയ സ്പീഷീസ് അല്ലെങ്കിൽ പുതിയ ഫോമുകൾ ഉണ്ടാവുകയുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈക്രോ ഓർഗാനിസം. നമുക്കറിയാം മൈക്രോ ഓർഗാനിസത്തിന് ഒരുപാട് ഹൈ മൾട്ടിപ്ലൈ കപ്പാസിറ്റി ഉണ്ട്. നന്നായിട്ട് പെട്ടെന്ന് ഒരു റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന്. ലിമിറ്റഡ് ടൈം, ഒരു മണിക്കൂറുകൾ കൊണ്ട് തന്നെ അവരുടെ മാക്സിമം നമ്പർ ഓഫ് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് മൈക്രോ ഓർഗാനിസത്തിനുണ്ട്. സോ മൈക്രോബ്സ് ഡിവൈഡ് ഫാസ്റ്റ്, വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് അവരുടെ റീപ്രൊഡക്ഷൻ വളരെ ഫാസ്റ്റാണ്. എന്നിട്ട് അതിൽ നിന്ന് മില്യൺസ് ഓഫ് ഇൻഡിവിജ്വൽസ് പ്രൊഡ്യൂസ് ചെയ്യും. എത്ര നേരം കൊണ്ട്? വിത്തിൻ അവേഴ്സ്, വെറും മണിക്കൂറുകൾ കൊണ്ട് ഈ പറഞ്ഞ ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന് മില്യൺസ് ഓഫ് ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ബിക്കോസ് അവരുടെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ചെറുതാണ്. സോ ആ ചുരുങ്ങിയ ഡ്യൂറേഷനുള്ളിൽ മാക്സിമം നമ്പർ ഓഫ് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മൈക്രോ ഓർഗാനിസത്തിന് കഴിവുണ്ട്. കാരണം അവർ അത്രയും സ്പീഡിൽ ഫാസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മളൊരു എക്സാമ്പിൾ പറയുമ്പോൾ, നമ്മുടെ ബാക്ടീരിയയുടെ ഒരു കോളനി എടുക്കുക. നമ്മളൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബാക്ടീരിയനെ, ഒരു സ്പെഷ്യൽ ടൈപ്പ് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ വരുന്ന ബാക്ടീരിയനെ നമ്മളൊരു മീഡിയയിൽ ഗ്രോ ചെയ്യാൻ അനുവദിക്കുന്നു. ആ ബാക്ടീരിയനെ നമുക്ക് എ എന്ന് വിളിക്കാം. സോ കോളനി ഓഫ് ബാക്ടീരിയ എനെ നമ്മൾ കൊടുത്ത മീഡിയയിൽ നമ്മൾ ഗ്രോ ചെയ്യുന്നു.
സോ ആ ബാക്ടീരിയ ആ മീഡിയയിൽ കടന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോജനുകളിലൊക്കെ ഇൻബിൽട്ടായിട്ട് സ്വാഭാവികമായിട്ട് അവരുടെ ബോഡിയിൽ വേരിയേഷൻസ് ഫോം ചെയ്യണം. ആ വേരിയേഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? എബിലിറ്റി ടു യൂട്ടിലൈസ് ഫീഡ്. ആ മീഡിയയിൽ കൊടുത്തിട്ടുള്ള കമ്പോണൻസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചുള്ള വേരിയേഷൻസ് കോളനി ഓഫ് ബാക്ടീരിയ എ ടൈപ്പ് ബാക്ടീരിയയിൽ നാച്ചുറൽ ആയിട്ടുള്ള വേരിയേഷൻസ് അവിടെ കൊടുത്ത മീഡിയനെ യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആ വേരിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ മീഡിയ മാറ്റുകയാണെങ്കിൽ, ഇഫ് കമ്പോസിഷൻ ഓഫ് മീഡിയ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആദ്യം കൊടുത്ത മീഡിയയുടെ കമ്പോസിഷൻ അല്ലെങ്കിൽ കമ്പോണൻസ് മാറ്റിക്കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ബ്രിങ് ഔട്ട് പോപ്പുലേഷൻ ബി എന്ന് പറഞ്ഞ വേറൊരു ടൈപ്പ് വേരിയേഷൻ ഫോം ചെയ്യാൻ തുടങ്ങുന്നു. ആ വേരിയേഷൻ ബി എന്ന് പറഞ്ഞ പോപ്പുലേഷന് മാത്രമേ സർവൈവ് ചെയ്യാൻ, ന്യൂ കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം നമ്മൾ നേരത്തെ കൊടുത്ത മീഡിയയുടെ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കോമ്പോസിഷനുള്ള മീഡിയയിലാണ് വളരുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത്. സോ ആദ്യം ഉണ്ടായ ആ പോപ്പുലേഷനിൽ എന്തൊക്കെ വേരിയേഷൻസ് ഉണ്ടായിരുന്നോ ആ വേരിയേഷൻസിൽ ബി എന്ന് പറഞ്ഞ പോപ്പുലേഷന് മാത്രമേ പുതിയ കണ്ടീഷൻസിനനുസരിച്ച് മീഡിയ ചേഞ്ച് ചെയ്തപ്പോൾ ആ ബി എന്ന് പറഞ്ഞ പോപ്പുലേഷനിലെ ബാക്ടീരിയയ്ക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റിയുള്ളൂ, ന്യൂ കണ്ടീഷൻസിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ. സോ ബ്രിങ് ഔട്ട് പോപ്പുലേഷൻ ബി, എയിൽ നിന്നുള്ള വേരിയൻസിൽ ഒരുപാട് വേരിയൻസ് ഫോം ചെയ്തിട്ടുണ്ടാവും. അതിൽ ബി എന്ന് പറഞ്ഞ വേരിയേഷൻസിന് മാത്രമേ പുതിയ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മീഡിയയുടെ കോമ്പോസിഷൻ മാറ്റി. ആ കോമ്പോസിഷൻ മാറ്റിയ മീഡിയനെ യൂട്ടിലൈസ് ചെയ്ത് സർവൈവ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ബി എന്ന് പറഞ്ഞ പുതിയ വേരിയൻറ്റ് ഫോം എയിൽ നിന്നുണ്ടായത്. സോ ദിസ് വേരിയൻ്റ് എന്ന് പറയുന്നത് ബി പോപ്പുലേഷൻ. ഈ വേരിയൻറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഔട്ട്ഗ്രോസ് അതർ, ബാക്കി ഉണ്ടായ വേരിയേഷൻസിനേക്കാളും കൂടുതലായിട്ട് ഏത് വേരിയേഷൻസ് സർവൈവ് ചെയ്തു? ബി എന്ന് പറഞ്ഞ പോപ്പുലേഷൻ സർവൈവ് ചെയ്തു. സോ ഇൻ കോഴ്സ് ഓഫ് ടൈം, അതിൻ്റെ സമയം എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പിയർ ആസ് ന്യൂ സ്പീഷീസ്. ആര്? ഈ ബി പോപ്പുലേഷനിലുള്ള ബാക്ടീരിയകളൊക്കെ എന്താ ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് ഫോം ചെയ്തു. വിത്തിൻ ഡേയ്സ്, ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ വിത്തിൻ ഡേയ്സ് ഈ ബി എന്ന് പറഞ്ഞ പോപ്പുലേഷൻ ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറി. സോ ഇവിടെ പറയുന്നത് ഫിറ്റ്നസ് ഓഫ് ബി എന്ന് പറയുന്നത് ബെറ്റർ ദാൻ ഫിറ്റ്നസ് ഓഫ് എ ആണ്. ഫിറ്റ്നസ് ഓഫ് ബി ഈസ് ബെറ്റർ ദാൻ fitness of A. So this variant population outgrows others. ഈ ബി എന്ന് പറഞ്ഞ വേരിയേഷൻ മറ്റ് വേരിയേഷനേക്കാളും കൂടുതൽ വളരുകയും കോഴ്സ് ഓഫ് ടൈം, കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പിയർ ആസ് ന്യൂ സ്പീഷീസ്, ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് ഈ പോപ്പുലേഷൻ ബി മാറുകയും ചെയ്തു. അതും വിത്തിൻ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ പോപ്പുലേഷൻ ബി കൂടുതലായിട്ട് മറ്റ് വേരിയേഷൻസിനേക്കാളും കൂടുതലായിട്ട് വളരുകയും അതിനുശേഷം കുറേ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പോപ്പുലേഷൻ ബി എന്ന് പറയുന്നത് ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറുകയും ചെയ്തു. ഇവിടെ ഫിറ്റ്നസ് ഓഫ് ബി എന്ന് പറയുന്നത് ഫിറ്റ്നസ് ഓഫ് എനേക്കാളും ബെറ്റർ എന്ന് പറയപ്പെടുന്നു. ബിക്കോസ് അത് ഫിറ്റ്നസ് ബീനെ തന്നെയാണ് കൂടുതലായിട്ട് ഔട്ട്ഗ്രോ ചെയ്യാനും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റിയത്. സോ ഫിറ്റ്നസ് ഓഫ് ബി എന്ന് പറയുന്നത് ബെറ്റർ ദാൻ ഫിറ്റ്നസ് ഓഫ് എ. ഇതേപോലെ സാധാരണ ബാക്ടീരിയയ്ക്ക് വിത്തിൻ അവേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഇവിടെ ഒരു പുതിയ സ്പീഷീസ് ആയി മാറാനായിട്ട് അതിനെടുത്ത സമയം വിത്തിൻ ഡേയ്സ്. ബിക്കോസ് ബാക്ടീരിയയുടെ ലൈഫ് സൈക്കിൾ അഥവാ ലൈഫ് സ്പാൻ വളരെ കുറവാണ്. അതേസമയം ഇതുപോലെ ഒരു പുതിയ ചേഞ്ച് അല്ലെങ്കിൽ ഒരു പുതിയ സ്പീഷീസ് ആവുന്നത് ഫിഷ്, ഫൗള് പോലത്തെ ഓർഗാനിസത്തിലൊക്കെ ആണെങ്കിൽ, ഫിഷിലോ ഫൗളിലോ പോലത്തെ ഓർഗാനിസത്തിലാണ് ഒരു പുതിയ സ്പീഷീസ് ഫോം ചെയ്യേണ്ടതെങ്കിൽ അവിടെ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും. ഒരുപാട് വർഷങ്ങൾ എടുത്താൽ മാത്രമേ ഇതുപോലൊരു പുതിയ സ്പീഷീസ് സംഭവിക്കുകയുള്ളൂ. കാരണം അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വർഷങ്ങളോളമുണ്ട്. സോ ഈ ഒരു ഓർഗാനിസത്തിൽ പുതിയ ഫോംസ് ഉണ്ടാകണമെങ്കിൽ ആ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ലൈഫ് സ്പാനുമായിട്ട് അത് കണക്ട് ചെയ്തിരിക്കുന്നു പറയുന്നതാണ്. ഓരോ ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസ് എന്ന് പറയുന്നത് അത് ലിങ്ക്ഡ് ടു എന്തിനുമായിട്ടാണ്? ആ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിൾ അഥവാ ലൈഫ് സ്പാൻ. സോ ബാക്ടീരിയയുടെ ലൈഫ് സ്പാൻ കുറവായതുകൊണ്ട് അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ കുറവായതുകൊണ്ട് അതിന് ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ വെറും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു പുതിയ സ്പീഷീസായി മാറാൻ പറ്റി. എന്നാൽ ഫിഷ്, ഫൗൾ അതുപോലെ ഒരുപാട് ലൈഫ് സ്പാൻ വർഷങ്ങളോളമുള്ള ഒരു ഓർഗാനിസത്തിനാണെങ്കിൽ അതിൽ നിന്നൊരു പുതിയ സ്പീഷീസ് അല്ലെങ്കിൽ പുതിയ ഫോം ഉണ്ടാവണമെങ്കിൽ, ഇവല്യൂഷൻ നടക്കണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ എടുക്കും. ഇതാണ് പറയുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാനോ അല്ലെങ്കിൽ ലൈഫ് സൈക്കിളിനനുസരിച്ചിരിക്കും പുതിയ ലൈഫ് ഫോംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഇനി പറയുന്നത് ഇതിനെ നമ്മൾ പറഞ്ഞു റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ മാക്സിമം നമ്പർ ഓഫ് പ്രോജനീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനെ മാത്രമേ നേച്ചർ സെലക്ട് ചെയ്യുള്ളൂ. സോ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ആ ഓർഗാനിസത്തിന് ലഭിക്കുന്ന ക്യാരക്ടേഴ്സ് അനുസരിച്ച് ആ ഓർഗാനിസത്തിലുള്ള സവിശേഷ സ്വഭാവങ്ങളാണ് നമ്മൾ പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. ആ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഇൻഹെറിറ്റഡ് ആണ്, ജനറേഷൻ ടു ജനറേഷൻ ഇൻഹെറിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ഓർഗാനിസത്തിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. സോ എന്ന് പറയുകയാണെങ്കിൽ ഈ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്സിന് ഒരു ജനറ്റിക് ബേസിസ് ഉണ്ടെന്നർത്ഥം. സോ ജനറ്റിക് ബേസിസിൻ്റെ ഇതിലാണ് ഒരു ഓർഗാനിസത്തിന് സെലക്റ്റഡ് ആവാനും ഇവോൾവ് ചെയ്ത് പുതിയ ഫോം ആവാനുള്ള ഒരു സാധ്യത. സോ ജനറ്റിക് ബേസിസ് ഉണ്ടെങ്കിൽ, അതായത് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ജനറേഷൻ ടു ജനറേഷൻ കൈമാറി വരുന്ന അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ബേസിലാണ് ഒരു ഓർഗാനിസത്തിന് ആ ജനറ്റിക് ബേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഓർഗാനിസം സെലക്റ്റഡ് ആവുമോ ഇവല്യൂഷൻ സംഭവിക്കുമോ എന്ന് തിരിച്ചറിയുന്നത്. വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഓർഗാനിസം മറ്റു ഓർഗാനിസത്തിനേക്കാളും കൂടുതൽ ചില പെർട്ടിക്കുലർ എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ 2 ഓർഗാനിസം ഉണ്ടെങ്കിൽ ഈ 2 ഓർഗാനിസത്തിൽ ഒരു ഓർഗാനിസം ഒട്ടും അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിൽ ആ ഓർഗാനിസത്തിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ലഭിച്ച ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കാരണമാണ്. സോ വി ക്യാൻ സേ സം ഓർഗാനിസം ബെറ്റർ ടു അഡാപ്റ്റഡ്. ചില ഓർഗാനിസത്തിന് നന്നായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ, ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ നന്നായി അഡാപ്റ്റ് ചെയ്യാൻ ചില ഓർഗാനിസത്തിന് പറ്റുന്നു. അതിന് കാരണം അതിൻ്റെ അഡാപ്റ്റീവ് എബിലിറ്റിയാണ്. അതിന് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് അതിന് സഹായിക്കുന്നത്. ഈ അഡാപ്റ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇൻഹെറിറ്റഡ് ആണ്. എന്തിൻ്റെ ബേസിലാണ്? ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ്. അതിന് ഇൻഹെറിറ്റഡ് ആയിട്ട് വന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിൻ്റെ ബേസിലാണ് ഈ ഓർഗാനിസത്തിന് അഡാപ്റ്റീവ് എബിലിറ്റി കിട്ടുന്നത്. അതായത് പറഞ്ഞു വന്നത് ഇതിനൊരു ജനറ്റിക് ബേസിസ് ഉണ്ട്. സോ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ആർ ഇൻഹെറിറ്റഡ്. എന്നാൽ ഇതിന് ഒരു ജനറ്റിക് ബേസിസ് ഉണ്ട് ഈ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്സിന് എന്നാണ് പറഞ്ഞു വരുന്നത്. സോ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിൻ്റെ എൻഡ് റിസൾട്ടാണ്. അതിനെ അഡാപ്റ്റ് ചെയ്യാനും സെലക്ട് ചെയ്യാനും നേച്ചറിന് അഡാപ്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് നേച്ചറിനെ സെലക്ട് ചെയ്യാനുമുള്ള എൻഡ് റിസൾട്ടാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. സോ ഫിറ്റ്നസ് എന്ന് പറയുന്നത് എൻഡ് റിസൾട്ട് ഓഫ് എബിലിറ്റി ടു അഡാപ്റ്റ് ആൻഡ് ഗെറ്റ് സെലക്റ്റഡ് ബൈ നേച്ചർ. നേച്ചറിനെ സെലക്ട് ചെയ്യാനും അതുപോലെ അതിനെ അഡാപ്റ്റ് ചെയ്യാനുമുള്ള എബിലിറ്റി, അതിൻ്റെ എൻഡ് റിസൾട്ടാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്.